إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, വിശ്വാസികളായ നാം ഓരോരുത്തരും നമ്മൾ പ്രവർത്തിക്കുന്ന സൽക്രമങ്ങളാകട്ടെ നന്മകളാകട്ടെ, ആ സൽക്കർമ്മങ്ങൾക്കും നന്മകൾക്കും മഹത്തായ പ്രതിഫലം, വമ്പിച്ച പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ പല ആയത്തുകളിലൂടെ അല്ലാഹു ഇത് നമുക്ക് വ്യക്തമാക്കി തരികയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാതി ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ. വിശ്വസിക്കുകയും സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഉലൈക അസ്ഹാബുൽ ജന്ന, അക്കൂട്ടരാണ് സ്വർഗാവകാശികളായ ആളുകൾ. ഹും ഫീഹാ ഖാലിദൂൻ, അവർ ആ സ്വർഗത്തിൽ നിത്യവാസികളായിരിക്കും. വീണ്ടും അല്ലാഹു പറഞ്ഞു, വഅമ്മല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് ഫയുവഫീഹിം ഉജൂറഹും വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. വിശ്വസിക്കുകയും സൽക്രമങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ ഫയുവഫീഹിം ഉജൂറഹും, അവരുടെ പ്രതിഫലങ്ങൾ, അവർ ചെയ്ത ആ നന്മകൾക്ക്, ആ സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി നൽകുകയും ചെയ്യും. വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, അല്ലാഹു ഒരിക്കലും അക്രമികളായ ആളുകളെ ഇഷ്ടപ്പെടുകയില്ല. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, വഅദല്ലാഹു അല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അദീം. അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, അവൻ ഉറപ്പായി നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നു. ആർക്ക്? അല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളോട് അല്ലാഹു അവർക്ക് പ്രതിഫലമായി വാഗ്ദത്തം നൽകിയിരിക്കുന്നു. ലഹും മഗ്ഫിറത്തുൻ, അവർക്ക് പാപമോചനമുണ്ട്. വഅജ്റുൻ അദീം, ഉന്നതമായ വമ്പിച്ച വലിയ പ്രതിഫലവും അവർക്കുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദത്തം നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹു നമുക്ക് അറിയിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എന്ന നിലക്ക് നാം ചെയ്യുന്ന ഏത് നന്മകളാകട്ടെ, ആ നന്മകൾക്കൊക്കെ വലിയ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദത്തം നൽകുന്നത് എന്നുള്ളതാണ്. ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ചെയ്യുന്ന നിർബന്ധ കാര്യങ്ങൾക്ക് പുറമെ നമ്മുടെ ജീവിതത്തിൽ ഐച്ഛികമായ
ഒരുപാട് നന്മകൾ വർദ്ധിപ്പിക്കാൻ വിശ്വാസികളായ നമ്മൾ പരിശ്രമിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നന്മയിലൂടെ, അതല്ലെങ്കിൽ ആ സൽക്കർമ്മങ്ങളിലൂടെ വലിയ പ്രതിഫലമാണ് നമുക്ക് വാഗ്ദത്തം നൽകിയിട്ടുള്ളത് എന്ന് നാം അറിയേണ്ടതുണ്ട്. നമുക്ക് ധാരാളം പ്രതിഫലം ലഭിക്കുന്ന, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അധ്വാനങ്ങളോ വലിയ പ്രയാസങ്ങളോ വലിയ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ റബ്ബിന്റെ അടുക്കൽ നിന്ന് മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന ചില കർമ്മങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഖുതുബയിലൂടെ സൂചിപ്പിക്കുന്നത്. അതിലൊന്ന് അള്ളാഹുവിന്റെ ദീനിന്റെ മജ്ലിസുകളിൽ ഹാജരാവുക, അവന്റെ ദീന് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇൽമിന്റെ സദസ്സുകളിലുള്ള ആ ഹാജരാവൽ, അതിന്റെ മഹത്വം നാം അറിയേണ്ടതുണ്ട്. ഒരുപാട് തവണ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ഒരാൾ ഒരു അറിവ് അന്വേഷിച്ചുകൊണ്ട് ഒരു മാർഗത്തിൽ പ്രവേശിച്ചാൽ, ഒരു വഴിയിൽ പ്രവേശിച്ചാൽ, സഹറല്ലാഹു ലഹു, അല്ലാഹു അവന് സൗകര്യം ചെയ്തു കൊടുക്കും, അല്ലാഹു അവന് എളുപ്പമാക്കി കൊടുക്കും. ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എന്നാണ്. അപ്പൊ സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അറിവന്വേഷിച്ചുകൊണ്ട്, ശർഈയായ മതപരമായ വിജ്ഞാനം അന്വേഷിച്ചുകൊണ്ട് അത് പഠിക്കാനും അത് നേടാനും അത് കരസ്ഥമാക്കുവാനും ഒരാൾ ഇറങ്ങി പുറപ്പെട്ടാൽ അല്ലാഹു അവന് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അവന് സുഗമമാക്കി കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്നും സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനായ സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ്, അദ്ദേഹം പറഞ്ഞൊരു വാചകം കാണാം ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ. ഫലാ യജൂസു ലിൽ ഇൻസാനി അൻ യതസാഹല ഫീ ഹുദൂരി മജാലിസിൽ ഇൽമി. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ വിജ്ഞാനത്തിന്റെ സദസ്സുകളിൽ ഹാജരാകാതെ അലസത കാണിക്കുക എന്നുള്ളത് അവന് അനുവദനീയമായ കാര്യമല്ല. വിജ്ഞാനത്തിന്റെ സദസ്സുകളിലേക്ക്, ആ സദസ്സുകളിൽ എത്താൻ വേണ്ടി പരിശ്രമിക്കുന്നതിലും ഒരു മനുഷ്യൻ അലസത കാണിക്കാൻ പാടില്ല. കാരണം എന്താ? ലിഅന്നഹു ഖദ് യസ്തഫീദു ഫാഇദതൻ തകൂനു സബബൻ ലിദുഖൂലിഹിൽ അൽജന്ന. കാരണം അവൻ ആ വിജ്ഞാനത്തിന്റെ ആ സദസ്സിൽ നിന്ന് നേടിയെടുക്കുന്ന ഏതെങ്കിലും ഒരു അറിവായിരിക്കാം, ഏതെങ്കിലും ഒരു ഇൽമായിരിക്കാം അവന്റെ സ്വർഗപ്രവേശനത്തിന് അവന് നിമിത്തമാകുന്നത്. അതുകൊണ്ട് തന്നെ വിജ്ഞാനത്തിന്റെ സദസ്സുകളിൽ നിന്ന് അലസതയും മടിയും കാട്ടിക്കൊണ്ട് മാറി നിൽക്കുക എന്നുള്ളത് ഒരു മനുഷ്യന് ചേർന്നതല്ല എന്ന് അദ്ദേഹം അവിടുന്ന് പറയുകയാണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഇമാം മാലിക് റഹിമഹുല്ലയോട് ചോദിക്കപ്പെടുകയുണ്ടായി, മാ അഫ്ളലു മാ യസ്നഉൽ അബ്ദു, ഒരു അടിമ ചെയ്യുന്നതിൽ വെച്ച്, ഒരു അടിമ പ്രവർത്തിക്കുന്നതിൽ വെച്ച് ഏറ്റവും മഹത്തരമായ, ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ് എന്ന് ഇമാം മാലിക് റഹിമഹുല്ലയോട് ചോദിച്ചപ്പോ ഖാല, അദ്ദേഹം പറഞ്ഞു, ത്വലബുൽ ഇൽമി, ഇൽമ അന്വേഷിക്കുക എന്നുള്ളതാണ്. മതപരമായ ശർഈയായ വിജ്ഞാനം അന്വേഷിക്കുക എന്നുള്ളതാണ്. മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകം നമുക്കെല്ലാവർക്കും മനഃപ്പാഠമാണ്. ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിന്റെ മേലും അറിവന്വേഷിക്കുക എന്നുള്ളത്, മതപരമായ അറിവ് നേടുക എന്നുള്ളത് അവന്റെ മേൽ ബാധ്യതയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറഞ്ഞു തന്നിട്ടുണ്ട്, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. ഒരാൾ ഒരു നന്മയെ കുറിച്ച് കാണിച്ചു കൊടുത്താൽ, അതിനെ കുറിച്ച് അറിയിച്ചു കൊടുത്താൽ, അത് പ്രവർത്തിച്ചവന് ലഭിക്കുന്ന ആ പ്രതിഫലത്തിന് സമാനമായ പ്രതിഫലം ആ നന്മ അറിയിച്ചു കൊടുത്ത, ആ നന്മ എത്തിച്ചു കൊടുത്ത ആ മനുഷ്യനും ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മുഅല്ലിമുൽ ഖൈരി, ഇൽമ പഠിപ്പിക്കുന്നവൻ അല്ലെങ്കിൽ നന്മ പഠിപ്പിക്കുന്നവർ, അവർക്ക് യസ്തഗ്ഫിറു ലഹു കുല്ലു ഷൈഇൻ,
എല്ലാ വസ്തുക്കളും അവരുടെ പാപമോചനത്തിന് വേണ്ടി, ഇസ്തിഗ്ഫാറിന് വേണ്ടി പ്രാർത്ഥിക്കും. ഹത്തൽ ഹീതാൻ, ഏതുവരെ? ഫിൽ ബിഹാർ, സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾ വരെ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം ജൗസി റഹിമഹുല്ലാഹ്. അദ്ദേഹം പറയാണ്, മൻ അഹബ്ബഹു അല്ലാ യഖ്തഇ അമലുഹു ബഅദ മൗതിഹി ഫൽയൻശുരിൽ ഇൽമ. മൻ അഹബ്ബഹു, ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലാ യൻഖതി അമലുഹു ബഅദ മൗതിഹി, അവന്റെ മരണശേഷവും അവന്റെ അമലുകൾ നിലക്കണമെന്ന്, അത് നശിച്ചു പോകരുത് എന്ന്, നിലച്ചു പോകരുത് എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയൻശുരിൽ ഇൽമ, അവൻ വിജ്ഞാനം, അറിവ് പ്രചരിപ്പിച്ചു കൊള്ളട്ടെ എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അവിടുന്ന് പറഞ്ഞത് കാണുവാൻ സാധിക്കും. ഇങ്ങനെ ഇൽമിനെ കുറിച്ചും ഇൽമിന്റെ സദസ്സുകളിൽ ഹാജരാകുന്നതിനെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ദുഖിറ ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റജുലാനി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ രണ്ട് ആളുകളെ കുറിച്ച് പറയപ്പെട്ടു. അഹദുഹുമാ ആബിദുൻ വൽ ആഖറു ആലിമുൻ, അതിൽ ഒരാള് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട്, ഇബാദത്തിലായി കൊണ്ട് കഴിച്ചു കൂട്ടുന്ന ഒരു മനുഷ്യനാണ് ഒരാൾ, എപ്പോഴും ഇബാദത്തിൽ ആബിദാണ്. മറ്റേയാൾ വൽ ആഖറു ആലിമുൻ, മറ്റേയാള് ആലിമാണ്, വിവരമുള്ളവനാണ്, അറിവുള്ളവനാണ്. അപ്പൊ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫളലുൽ ആലിമി അലൽ ആബിദി കഫളലി അലാ അദ്നാകും, ആബിദിനേക്കാൾ അഥവാ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനേക്കാൾ ആ ആലിമിന് ശ്രേഷ്ഠതയുണ്ട്. ഏതുപോലെ? കഫളലി അലാ അദ്നാകും, നിങ്ങളിൽ ഏറ്റവും താഴെയുള്ളവരെക്കാൾ നിങ്ങളിൽ എനിക്ക് എത്രത്തോളം ശ്രേഷ്ഠതയുണ്ടോ, എനിക്ക് എത്രത്തോളം മഹത്വമുണ്ടോ, അതിനേക്കാൾ അതുപോലെയുള്ള ശ്രേഷ്ഠത ആബിദിനേക്കാൾ ആലിമിനുണ്ട്. എന്നിട്ട് സുമ്മ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ വമലായികതഹു വഅഹ്ലസ് സമാവാതി വൽ അർളി ഹത്ത النملة في جحرها وحتى الحوت ليصلون على معلم الناس الخير. തീർച്ചയായും അല്ലാഹുവിന്റെ മലക്കുകളും ആകാശഭൂമികളിലുള്ളവരും ഒരു ഉറുമ്പ് വരെ ഫീ ജുഹരിഹാ, അതിന്റെ മാളത്തിലുള്ള അഥവാ മാളത്തിലുള്ള ഒരു ഉറുമ്പ് വരെ, വഹത്തൽ ഹൂത, മത്സ്യങ്ങൾ വരെ, ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസൽ ഖൈറ, ആളുകൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്ന, നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി അവയൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതൊക്കെ അറിവ് നേടുക, അതുപോലെ തന്നെ അറിവിന്റെ സദസ്സിൽ ഹാജരാകുക, അറിവന്വേഷിക്കുക, അതിന്റെ ഫളായിലുകൾ, ശ്രേഷ്ഠതകൾ പറഞ്ഞതാണ്. സഹോദരങ്ങളെ, നമ്മളും അതുപോലെ തന്നെ ഇൽമിയായ മതപരമായ വിജ്ഞാനത്തിന്റെ സദസ്സുകളിൽ പങ്കെടുക്കാനും അത് പഠിക്കാനും വിശ്വാസികളായ നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മൾ നമ്മെ കുറിച്ചൊന്ന് ആലോചിക്കുക, നമ്മൾ ചിന്തിക്കുക. വെള്ളിയാഴ്ച നടക്കുന്ന ഈ ജുമുഅ ഖുതുബയുടെ ഉത്ബോധനമല്ലാതെ മറ്റെന്ത് ദീനാണ് നമ്മൾ കേൾക്കുന്നത്? മറ്റെന്ത് ദീനാണ് നമ്മൾ പഠിക്കുന്നത്? നമ്മൾ നമ്മെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിന്റെ പഠനങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിപ്പിക്കുന്ന സദസ്സുകൾ ഉണ്ടാകുമ്പോൾ അവിടെ നമ്മൾ ഹാജറുണ്ടാവാറുണ്ടോ? നമ്മൾ അവിടെ പങ്കാളികളാകാറുണ്ടോ? ആ ഇൽമ നേടാൻ നാം ശ്രമിക്കാറുണ്ടോ? ഇന്ന് സോഷ്യൽ മീഡിയ വളരെ പ്രചരിച്ച ഒരു കാലഘട്ടമാണ്. നമ്മുടെ വിരൽ തുമ്പിലിരുന്നു കൊണ്ട്, നമ്മുടെ മൊബൈലുകളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ആധുനിക സൗകര്യങ്ങളിലൂടെ അള്ളാഹുവിന്റെ ദീന് പഠിക്കാനും അതറിയാനും അത് കണ്ടെത്തുവാനുമുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. എത്ര മാർഗങ്ങളാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്? അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ, അവന്റെ ദീനിനെ കുറിച്ച് മനസ്സിലാക്കാൻ എന്ത് മാർഗമാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന ഒരു ഖുത്ബ മാത്രമാണ് നമ്മളുടെ ദീനീ പഠനത്തിന്റെ ഒരു അവലംബമായി പലപ്പോഴും നമ്മളിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും അവലംബിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ സഹോദരങ്ങളെ, മാറണം. മറിച്ച് അല്ലാഹുവിന്റെ ദീൻ, വിശുദ്ധ ഖുർആൻ
പ്രവാചകന്റെ ഹദീസുകൾ അത് പഠിപ്പിക്കുന്ന സദസ്സുകളിൽ പങ്കാളികളാകുകയും അതുപോലെ തന്നെ അത് പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയ അധ്വാനങ്ങളില്ലാതെ, വലിയ പരിശ്രമമില്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് ഒരുപാട് പ്രതിഫലം വാങ്ങിത്തരുന്ന ഒരു കർമ്മമായി ഇസ്ലാം പഠിപ്പിച്ചതാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മൾ നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്യുക എന്നുള്ളത്. വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറ, ആ സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്താണ് ആയത്തുൽ കുർസി എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും മനഃപ്പാടമുള്ളൊരു ആയത്തായിരിക്കും ഇത്. എന്തുകൊണ്ടാണ് ആ ആയത്തിന് ആയത്തുൽ കുർസി എന്ന പേര് വരാനുള്ള കാരണം? ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കുർസിയെ പറ്റി ആ ആയത്തിൽ പ്രസ്താവിച്ചത് കൊണ്ടാണ് ആയത്തുൽ കുർസി എന്ന പേരിൽ ആ ആയത്ത് അറിയപ്പെടാനുള്ള കാരണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അത്യുത്കൃഷ്ടങ്ങളായ പല നാമങ്ങളും അള്ളാഹുവിന്റെ മഹൽ ഗുണങ്ങളും ആ ആയത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും ആ ആയത്തിന്റെ ശ്രേഷ്ഠതയാണ്, മഹത്വമാണ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ആയത്ത് അത് ആയത്തുൽ കുർസിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിച്ചു, യാ അബൽ മുൻദിർ അതദ്രി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅളമു. അതോ അല്ലയോ അബാ മുൻദിർ, അഥവാ അദ്ദേഹത്തിന്റെ കുഞ്ഞിയത്താണ് അബാ മുൻദിർ എന്നുള്ളത്, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ. അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, നീ പഠിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ വെച്ച് ഉള്ള ആയത്തുകളിൽ ഏറ്റവും മഹത്തരമായ നിനക്ക് ഹിഫ്ളുള്ള ആയത്ത് ഏതാണ് എന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഖാല, അദ്ദേഹം പറഞ്ഞു, ഖുൽതു അല്ലാഹു വ റസൂലുഹു അഅലം, അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനുമാണ് അറിയാം. ഇവിടെ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ ആയത്തിനെ കുറിച്ച് അറിയാം. പക്ഷേ സ്വഹാബത്തിന്റെ ഒരു അദബാണ്, ഒരു സംസ്കാരമാണ്, അവരുടെ മര്യാദയാണ്, അതുപോലെ തന്നെ അവരുടെ ഒരു വിനയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെങ്കിലും ചോദിച്ചാൽ അറിയുന്നതാണെങ്കിൽ പോലും പ്രവാചകനോട് അതിന് മറുപടി പറയാറില്ല. മറിച്ച് അല്ലാഹു വ റസൂലുഹു അഅലം, അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലുമാണ് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ എന്ന്. അപ്പോൾ റസൂലുള്ളാഹി വീണ്ടും ചോദിച്ചു, യാ അബൽ മുൻദിർ അതദ്രി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅളം. അല്ലയോ അബുൽ മുൻദിർ, താങ്കളുടെ അടുക്കൽ താങ്കൾ ഹിഫ്ളാക്കിയിട്ടുള്ള, മനഃപ്പാഠമാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ താങ്കളുടെ അടുക്കൽ ഖുർആനിൽ നിന്ന് ആയത്തുകളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠകരമായ ആയത്ത് ഏത്? രണ്ടാമത് റസൂലുള്ളാഹി ചോദിച്ചപ്പോ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു മനസ്സിലായി, ഇത് റസൂലുള്ളാഹി അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്, എനിക്ക് ഈ ആയത്ത് അറിയോ എന്നറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. ആ സമയത്ത് ഖാല, അദ്ദേഹം പറഞ്ഞു, ഫഖുൽതു, ഞാൻ പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അഥവാ ആയത്തുൽ കുർസിയുടെ തുടക്കം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആ ആയത്താണെന്ന് പറഞ്ഞു. ആ സമയത്ത് ഫളറബ ഫീ സ്വദ്രി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ നെഞ്ചത്ത്, എൻ്റെ മാറത്ത് അടിച്ചു. എന്നിട്ട് വഖാല, അല്ലാഹു പറഞ്ഞു, വല്ലാഹി ലിയഹ്നികൽ ഇൽമു അബൽ മുൻദിർ, അബുൽ മുൻദിറെ, വിജ്ഞാനം നിന്നെ പുളകമണിയിക്കട്ടെ, അഥവാ സുസ്ഥിരവും സുദൃഢവുമായ വിജ്ഞാനം അള്ളാഹു നിനക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചത്ത് മെല്ലങ്ങനെ തട്ടി എന്നാണ് ഹദീസിലുള്ളത് എന്നാണ്. അപ്പോ ആയത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠകരമായ ആയത്ത് ആയത്തുൽ കുർസി. അതിന്റെ ഒരുപാട് ഫവായിലുകളും ഉണ്ട്, അത് പറയാനല്ല. പക്ഷേ ആ ആയത്തുൽ കുർസി നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം ഒരു തവണ ചൊല്ലിയാൽ അതുകൊണ്ടുള്ള ഗുണമെന്താ, നേട്ടമെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. റസൂലുള്ളാഹി പറയാണ്, മൻ ഖറഅ ആയത്തുൽ കുർസി ദുബറ കുല്ലി സ്വലാത്തിൻ മക്തൂബത്തിൻ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്ന ഇല്ലാ അൻ യമൂത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഒരാൾ മൻ ഖറഅ ആയത്തുൽ കുർസി, ഒരാൾ ആയത്തുൽ കുർസി പാരായണം ചെയ്തു. എപ്പോ? ദുബറ കുല്ല സ്വലാത്തിൻ മക്തൂബത്തിൻ, എല്ലാ നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷവും ഒരാൾ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്ന,
സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് അവനെ തടയുന്നില്ല. ഇല്ല അൻ യമൂത, അവൻ മരിക്കുക എന്ന കാരണമല്ലാതെ, അവൻ മരിക്കുക എന്നതല്ലാതെ സ്വർഗപ്രവേശനത്തിന് അവന് തടസ്സമായി മറ്റൊന്നുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്ക് ഹിഫ്ളുള്ള ആയത്താണ്, മനഃപ്പാഠമുള്ള ആയത്താണ്. ഇത്രത്തോളം സ്വർഗപ്രവേശനത്തിന് സാധ്യമാകുന്ന ഒരു ആയത്താണെങ്കിൽ എല്ലാ നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷവും ആ ആയത്തുൽ കുർസി എന്ന് പാരായണം ചെയ്യുകയാണെങ്കിൽ അത്രത്തോളം പ്രതിഫലം അയാൾക്ക് ലഭിക്കുമെന്നാണ്. മാത്രവുമല്ല, ആയത്തുൽ കുർസി ഉറങ്ങാൻ കിടക്കുമ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി, ചൊല്ലാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരാള് ആയത്തുൽ കുർസി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ചൊല്ലിയാൽ അത് അവനുള്ള ഒരു സംരക്ഷണമാണ് എന്നും നേരം പുലരുന്നത് വരെ പിശാച് അവനെ ബാധിക്കുകയില്ല, പിശാച് അവനെ സമീപിക്കുകയില്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം പ്രതിഫലം ഈ ഒരു ആയത്തുൽ കുർസി എല്ലാ നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷവും ചൊല്ലുന്നതിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തത് സയ്യിദുൽ ഇസ്തിഗ്ഫാറാണ്. പാപമോചന പ്രാർത്ഥനകളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന ഏതാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയാണ് എൻ്റെ റബ്ബ്, ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഖലഖതനി, നീയാണ് എന്നെ സൃഷ്ടിച്ചത്. വഅന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്, ഞാൻ നിന്റെ ദാസനാണ്. വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു, എൻ്റെ കഴിവിന്റെ പരമാവധി നിന്നോടുള്ള കരാറുകളോടും നിന്നോടുള്ള വാഗ്ദാനങ്ങളും ഞാൻ നിർവഹിക്കുക തന്നെ ചെയ്യും. അഊദു ബിക മിൻ ശർരി മാ സനഅതു, ഞാൻ ചെയ്തു പോയ, ഞാൻ പ്രവർത്തിച്ച എല്ലാ തിന്മകളിൽ നിന്നും റബ്ബേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു, രക്ഷ തേടുന്നു. അബൂഉ ലക ബിനിഅമതിക അലയ്യ, എനിക്ക് നീ ചെയ്തു തന്ന, എൻ്റെ മേൽ നീ അനുഗ്രഹിച്ച, അനുഗ്രഹങ്ങൾ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ സമ്മതിക്കുന്നു. വഅബൂഉ ലക ബിദംബി, എൻ്റെ പാപങ്ങളെയും എൻ്റെ തെറ്റുകളെയും ഞാൻ സമ്മതിക്കുന്നു. അതുകൊണ്ട് ഫഗ്ഫിർലി, എനിക്ക് നീ പുറത്തു തരണം. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്ന മറ്റാരുമില്ല എന്ന് തുടങ്ങുന്ന ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഈ പ്രാർത്ഥന, സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന ഈ പ്രാർത്ഥന, ഇതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ ഖാലഹാ മിനൻ നഹാരി മൂഖിനൻ ബിഹാ, ഒരാൾ രാവിലെ ദൃഢവിശ്വാസത്തോടു കൂടി ഇത് ചൊല്ലിയാൽ ഫമാത മിൻ യൗമിഹി ഖബ്ല അൻ യുംസിയ, വൈകുന്നേരമാകുന്നതിന് മുമ്പ് എന്നിട്ട് അയാൾ മരണപ്പെടുകയും ചെയ്താൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗ്ഗാവകാശിയാണ്, അവൻ സ്വർഗ്ഗത്തിന്റെ അഹ്ലുകാരിൽപ്പെട്ടവനാണ്, അവൻ സ്വർഗ്ഗാവകാശിയാണ്. വമൻ ഖാലഹാ മിനൽ ലൈലി, ഒരാൾ ഇത് രാത്രി പറഞ്ഞു എന്നിട്ട് വഹുവ മൂഖിനുൻ ബിഹാ, ദൃഢവിശ്വാസത്തോടു കൂടിയാണ് ഒരാൾ രാത്രി ഇത് പറഞ്ഞത് എങ്കിൽ ഫമാത ഖബ്ല അൻ യുസ്ബിഹ, നേരം വെളുക്കുന്നതിന് മുമ്പ് അയാൾ മരണപ്പെട്ടാൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അയാൾ സ്വർഗ്ഗാവകാശിയാണ് എന്ന്. നോക്കൂ നിങ്ങൾ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന പാപമോചന പ്രാർത്ഥനകളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന ഒരാൾ ദൃഢവിശ്വാസത്തോടു കൂടി രാവിലെ ചൊല്ലി വൈകുന്നേരത്തിന് മുമ്പ് അയാൾ മരണപ്പെട്ടാൽ അയാൾ സ്വർഗ്ഗാവകാശിയാണ് എന്നും, രാത്രി ചൊല്ലി നേരം പുലരുന്നതിന് മുമ്പ് അയാൾ മരണപ്പെട്ടാൽ അയാൾ സ്വർഗ്ഗാവകാശിയാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷേ അത് ചൊല്ലുമ്പോൾ ഒരു ഷർത്തുണ്ട്, ഒരു നിബന്ധന പാലിക്കേണ്ടതുണ്ട്. വെറുതെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന പ്രാർത്ഥന ചൊല്ലുക എന്നതിലല്ല കാര്യമുള്ളത്. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആരെങ്കിലും ഈ പ്രാർത്ഥന ചൊല്ലിയാൽ സ്വർഗ്ഗത്ത് പോകുന്നല്ല. രാവിലെ ചൊല്ലിയാൽ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം മുമ്പ് മരണപ്പെട്ടാൽ സ്വർഗ്ഗത്തിൽ പോകുന്നല്ല. രാത്രി ചൊല്ലി നേരം വെളുക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ സ്വർഗ്ഗത്തിൽ പോകുമെന്നല്ല. വെറുതെ ആരെങ്കിലും ഇത് ചൊല്ലിയാൽ പോകുമെന്നല്ല പറഞ്ഞത്. മറിച്ച് റസൂലുള്ളാഹി അതിൽ പ്രയോഗിച്ചൊരു വാചകമുണ്ട്, മൂഖിനൻ ബിഹാ, അതിൽ ദൃഢവിശ്വാസമുള്ളവനായിക്കൊണ്ട്. അഥവാ ആ പ്രാർത്ഥനയിൽ അടങ്ങിയിട്ടുള്ള
ആ ദൃഢമായ വിശ്വാസത്തോടെ അതിന്റെ അർത്ഥവും അതിന്റെ ആശയവും മനസ്സിലാക്കിക്കൊണ്ടും അതിനെ സത്യപ്പെടുത്തിക്കൊണ്ടും ഒരാൾ അത് ചൊല്ലിയാൽ എന്നാണ്. അഥവാ അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ദൃഢവിശ്വാസം ഉണ്ടാകുകയും അത് ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്തിട്ട് ഒരാൾ അത് പറഞ്ഞാൽ, അങ്ങനെ ഒരാൾ അത് പ്രാർത്ഥിച്ചാൽ, എന്നിട്ട് മരണപ്പെട്ടാൽ അയാൾ സ്വർഗത്തിൽ പോകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റസൂലുള്ളാഹി പറഞ്ഞ മറ്റൊരു റിവായത്തിൽ കാണാം, തഅല്ലമൂ സയ്യിദൽ ഇസ്തിഗ്ഫാർ, നിങ്ങൾ ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പഠിക്കണം. തഅല്ലമൂ, നിങ്ങൾ അത് പഠിക്കണം, മനഃപ്പാഠമാക്കണം. അതിന്റെ അർത്ഥവും ആശയവും കൃത്യമായി അറിയുകയും മനസ്സിലാക്കുകയും എന്നിട്ട് അതിനനുസരിച്ച് തന്റെ വിശ്വാസത്തെയും കർമ്മത്തെയും ക്രമീകരിക്കുകയും ചെയ്യുക. അങ്ങനെ ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പഠിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ഏറ്റവും ലളിതമായ കർമ്മങ്ങളിലൂടെ എന്നാൽ വലിയ വമ്പിച്ച പ്രതിഫലം, സ്വർഗപ്രവേശനത്തിന് വരെ സാധ്യമാകുന്ന കർമ്മങ്ങൾ, അത്തരത്തിലുള്ള കർമ്മങ്ങളെ കുറിച്ച് അറിയുകയും പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വിശ്വാസികളായ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നമ്മുടെ നന്മകളുടെ കൂട്ടത്തിൽ നമുക്ക് വലിയ പ്രതിഫലം നേടിത്തരുന്ന ചില നന്മകളെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയത്. അതിൽ രണ്ട് കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, അള്ളാഹുവിനോട് നിരന്തരമായി സ്വർഗത്തെ ചോദിക്കുക. അതിനൊരു ശ്രേഷ്ഠതയുണ്ട്. സ്വർഗത്തിന്റെ സ്വർഗപ്രവേശനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സഅലല്ലാഹൽ ജന്നത സലാസ മർറാത്തിൻ, ഒരാൾ 3 തവണ സ്വർഗത്തെ ചോദിച്ചാൽ, സ്വർഗത്തിലുള്ള പ്രവേശനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ഖാലത്തിൽ ജന്നത്തു, സ്വർഗം പറയും, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അല്ലാഹുവേ ആ മനുഷ്യനെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. ഒരാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി 3 തവണ അള്ളാഹുവിനോട് കാവൽ ചോദിച്ചാൽ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി 3 തവണ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ, ഖാലത്തിന്നാർ, നരകം പറയും, അല്ലാഹുമ്മ അജ്റുഹു മിനന്നാർ, അള്ളാഹുവെ നീ നരകത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തണേ. നോക്കൂ, നിങ്ങൾ സ്വർഗത്തെ ചോദിക്കുക, നരകത്തിൽ നിന്ന് രക്ഷ ചോദിക്കുക. വിശ്വാസിയുടെ നിരന്തരമായ ഗുണങ്ങളിൽപ്പെട്ട, അവന്റെ സ്വഭാവങ്ങളിൽപ്പെട്ട, അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒന്നാണ് എന്ത്? സ്വർഗത്തെ ചോദിക്കുക എന്നുള്ളത്. സ്വർഗപ്രവേശനത്തിൽ ചോദിക്കുക, അല്ലാഹുവേ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ, അല്ലാഹുവേ എന്നെ നീ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് നിരന്തരമായി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരാൾ ഒരു ദിവസം 3 തവണ സ്വർഗത്തെ ചോദിച്ചാൽ, സ്വർഗം അയാൾക്ക് വേണ്ടി പറയും, അല്ലാഹുവേ ആ മനുഷ്യനെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമെന്ന്. ഒരാൾ നരകത്തിൽ നിന്ന് 3 തവണ രക്ഷ ചോദിച്ചാൽ, ആ നരകം അയാൾക്ക് വേണ്ടി പറയും, അല്ലാഹുവേ ഈ മനുഷ്യനെ നരകത്തിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണമേ എന്ന്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മുടെ പ്രാർത്ഥനയിൽ നിരന്തരമായി ഉണ്ടാകണം. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ. പ്രാർത്ഥിക്കാൻ എളുപ്പമുള്ള പദമാണ് അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രാർത്ഥനയുടെ ലഫ്ള് നമുക്ക് പറഞ്ഞു തന്നതല്ല, പഠിപ്പിച്ചു തന്നതല്ല. പക്ഷെ സ്വർഗം ചോദിക്കാനുള്ള ഒരു പ്രാർത്ഥന ആയ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുവേ ഞാൻ നിന്നോട് സ്വർഗത്തെ ചോദിക്കുന്നു, വ അഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു, അങ്ങനെ പ്രാർത്ഥിക്കാം. അതല്ലെങ്കിൽ അല്ലാഹുമ്മ അദ്ഖിൽനി അൽ ജന്ന, അല്ലാഹുവേ നീ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ, വഅ്ജുർനി മിനന്നാർ, റബ്ബേ എന്നെ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. ഇങ്ങനെ ഒരാൾ പ്രാർത്ഥിക്കുക. 3 തവണ സ്വർഗം ചോദിച്ചാൽ സ്വർഗം അയാൾക്ക് വേണ്ടി പറയുമെന്നാണ്. 3 തവണ നരകത്തിൽ നിന്ന് രക്ഷ ചോദിച്ചാൽ നരകം അയാൾക്ക് വേണ്ടി പറയുമെന്നാണ്. അതുകൊണ്ട് തന്നെ നിരന്തരമായി നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സ്വർഗപ്രവേശനത്തിന് വേണ്ടിയും നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയും വിശ്വാസി നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. അതോടൊപ്പം തന്നെ തൻ്റെ സഹോദരനെ സന്ദർശിക്കുക എന്നുള്ളത്,
രോഗിയായാലും അല്ലെങ്കിലും തന്റെ സഹോദരനെ സന്ദർശിക്കുന്നതിലൂടെ ഒരുപാട് പ്രതിഫലമാണ് അയാൾക്ക് ലഭിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ആദ റജുലു അഖാഹു ഔ സാറഹു, ഒരാൾ തന്റെ സഹോദരൻ രോഗിയായാൽ ആ രോഗിയെ സന്ദർശിച്ചാൽ, ഔ സാറഹു, അല്ലെങ്കിൽ അവനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് തന്റെ ഒരു സഹോദരനെ ഇസ്ലാമികമായ ആദർശത്തിന്റെ പേരിൽ, അയാൾ എന്ന് കാണാം റബ്ബിന്റെ പൊരുത്തം, വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല, ദുന്യവിയായ ഒരു ലക്ഷ്യവുമില്ല, അയാളെ കണ്ടാൽ ചെന്നാൽ അയാൾ എന്തെങ്കിലും തരും, അല്ലെങ്കിൽ അയാളിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയേക്കാം എന്നതൊന്നുമല്ല, മറിച്ച് റബ്ബിന്റെ മാർഗത്തിൽ അയാളെ ഒന്ന് സന്ദർശിക്കുക. തന്റെ സഹോദരനാണ്, അയാളെ ഒന്ന് സന്ദർശിച്ചാൽ ഖാലല്ലാഹു ലഹു, അള്ളാഹു അവനോട് പറയും, തിബ്ത, നീ ചെയ്തത് നല്ല കാര്യമാണ്, വത്വാബ വംശാ, നിന്റെ നടത്തം നല്ല നടത്തമായിരുന്നു, നടത്തം നന്നാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വബവ്വഅത മൻസിലൻ മിനൽ ജന്ന, നീ സ്വർഗ്ഗത്തിൽ ഒരു ഭവനം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, സ്വർഗ്ഗത്തിൽ നീ ഒരു വീട് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു ആ മനുഷ്യനോട് പറയുമെന്നാണ്. അതുകൊണ്ട് തന്നെ രോഗിയാണെങ്കിലും അല്ലെങ്കിലും തന്റെ ആദർശ ബന്ധുക്കളെയും അതുപോലെ തന്നെ തന്റെ വിശ്വാസികളായ സഹോദരങ്ങളെയും സന്ദർശിക്കുന്നതിലൂടെ സ്വർഗത്തിൽ അവൻ ഒരു വീട് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്, തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത്രത്തോളം പ്രതിഫലം ലഭിക്കുന്ന ഒരു കർമ്മമാണ് തന്റെ രോഗിയായ സഹോദരനെ സന്ദർശിക്കലാകട്ടെ, രോഗിയല്ലാത്ത സഹോദരനെ സന്ദർശിക്കലാകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്കൂ നിങ്ങൾ, എത്ര പ്രതിഫല സ്വർഗം ലഭിക്കാൻ, ആ സ്വർഗത്തിലെത്തിപ്പെടാൻ വലിയ വലിയ പ്രതിഫലങ്ങൾ വാഗ്ദത്തം ചെയ്തിട്ടുള്ള ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കർമ്മങ്ങളിലൂടെ, നിസാരമായ അല്ലെങ്കിൽ ലളിതമായ, നമുക്ക് നിസാരമെന്ന് തോന്നുന്ന ഇത്തരത്തിലുള്ള കർമ്മങ്ങളിലൂടെ അള്ളാഹുവിന്റെ സുഖാനുഭൂതികളുടെ ഭവനമായ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ വിശ്വാസികളായ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ അള്ളാഹു അവരുടെ ഖബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് രോഗികൾ അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ, ശമനം നൽകുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ അള്ളാഹു അവർക്ക് വിജയം നൽകുമാറാകട്ടെ, അള്ളാഹു അവർക്ക് ആശ്വാസം നൽകുമാറാകട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു അവരെ വിജയിപ്പിക്കുമാറാകട്ടെ. അള്ളാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅന വഅദാഅ الدين. اللهم دمر أعداءنا وأعداء المسلمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب